Hello everyone, welcome back to my channel Ncert Malayalam. Ncert Class 6 സയൻസിലെ ചാപ്റ്റർ 14 വാട്ടറിൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാട്ടർ സൈക്കിൾ എന്താണെന്ന് പഠിച്ചു, ട്രാൻസ്പിരേഷൻ വഴി എങ്ങനെയാണ് വെള്ളം പോകുന്നതെന്ന് പഠിച്ചു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് പിന്നെ ക്ലൗഡ്സ് ഉണ്ടാവുന്നതും പഠിച്ചു, റെയിൻ ഉണ്ടാവുന്നത് പഠിച്ചു, വാട്ടർ സൈക്കിളിൻ്റെ കംപ്ലീറ്റ് സർക്കുലേഷൻ പഠിച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ നല്ല രീതിയിൽ ഒരുപാട് മഴ പെയ്താൽ സംഭവിക്കുന്നുണ്ടാവുന്ന വിപത്തുകളും അതുപോലെ തന്നെ ഒട്ടും വെള്ളം ഉണ്ടായില്ലെങ്കിലുള്ള വിപത്തുകളും, അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെള്ളം കൺസേർവ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം. സോ വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ഹെവിലി, നല്ല രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ, ഹെവി റെയിൻഫോൾ വരികയാണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യും? The time, duration and the amount of rainfall varies from place to place. In some part of the world, it rains throughout the year, while there are places where it rain only for few days. അതായത് ഓരോ സ്ഥലത്തും മഴ കിട്ടുന്നതിൻ്റെ അവസ്ഥ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ചില പാട്ടാവട്ടെ നല്ല മഴ കിട്ടും, ചില സ്ഥലത്തിൽ ഒട്ടും മഴ കിട്ടില്ല. ഇപ്പം നമ്മുടെ സപ്പോസ് പറയാണ്, നമ്മുടെ ഡെസേർട്ട് ഏരിയാസിലൊക്കെ മഴ കിട്ടുന്നത് ഭയങ്കര വിരളാണ്. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഏരിയാസ് ആയിട്ടുള്ള ആമസോൺ ഫോറസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് അല്ലേ. ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ പണ്ട് ഈ ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലം, മേഘാലയയിലെ ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി, അതിപ്പോൾ അത് മോസിൻഡ്രാമായി. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. ഇപ്പോൾ കേരളം പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ അത്യാവശ്യ രീതിയിൽ മഴ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ രാജസ്ഥാനെ പോലത്തെ സ്ഥലങ്ങളിലാകുമ്പോൾ വളരെ കുറവാണ് മഴ ലഭിക്കാനുള്ള സാധ്യത. So in our country, most of the rainfall occurs during the monsoon season. Rains bring relief, especially after hot summer days. The sowing of many crops depends upon the arrival of monsoon. നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം തുലാമഴ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് കർക്കിടക മഴ, തുലാമഴ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ മൺസൂൺ സീസണിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം മഴ, അതായത് സമ്മർ കഴിഞ്ഞാൽ മൺസൂൺ എത്തിയാൽ പിന്നെ, അതായത് മൺസൂൺ സീസൺ ആകുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച്. പണ്ട് ജൂണിനൊക്കെ ആയിരുന്നു, കാരണം നമ്മുടെ ഏപ്രിൽ മെയ്യിലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാകും. മാത്രമല്ല നല്ല ക്രോപ്സൊക്കെ വിളവൊക്കെ കിട്ടുക, അല്ലെങ്കിൽ സോ ചെയ്യുക, അല്ലെങ്കിൽ ക്രോപ്സൊക്കെ ഇങ്ങനെ സോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. However, excess of rainfall may lead to many problems. Heavy rains may lead to rise in the level of water in rivers, lakes and ponds. The water may then spread over large areas, causing the floods. അതായത് നമുക്ക് നല്ല പോലെ മഴ വേണമല്ലേ, നല്ല ആശ്വാസമാണ്. പക്ഷെ നല്ല മഴ പെയ്താലോ, അതായത് ഒരു ഹെവി റെയിൻഫോൾ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളം, അതായത് വാട്ടറിലും പോൺസിലും റിവേഴ്സിലും ഒക്കെ വെള്ളം അതിൻ്റെ സാധാരണ ലെവലിൽ നിന്ന് ഉയരും. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ ഒരുപാട് ഏരിയാസിൽ ഫ്ലഡ്സ് വരും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരും. ദ ക്രോപ്പ് ഫീൽഡ്സ്, ഫോറസ്റ്റ്, വില്ലേജസ് ആൻഡ് സിറ്റീസ് മേ ഗെറ്റ് സബ്മേർജ്ഡ് ബൈ വാട്ടർ. അതായത് നമ്മുടെ ഫോറസ്റ്റുകളും അതുപോലെ തന്നെ സിറ്റീസും വില്ലേജസ് ഒക്കെ മൊത്തം സബ്മേർജ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്താൽ മുങ്ങപ്പെടും. In our country, floods causes extensive damages to crops, domestic animals, property and human life. നമ്മുടെ കൺട്രിയിലാവട്ടെ ഇങ്ങനെ ഉണ്ടാവുന്ന ക്രോപ്സും കൃഷി നശിക്കും, നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിനെയും പ്രോപ്പർട്ടി ഒക്കെ നശിക്കും നല്ല രീതിയിൽ മഴ പെയ്തല്ലേ. അത് ഫ്ലഡ് വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2-3 വർഷം മുന്നേ എന്ത് ചെയ്തു, നല്ലൊരു ഫ്ലഡ് വന്നല്ലോ അല്ലേ. നമുക്ക് ഒരുപാട് വിപത്തുകളും ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായ സമയമായിരുന്നു ആ സമയം. During floods, the animals living in the water also get carried away with the waters. They often get trapped on the land areas and die when the water flood recedes. So, rain also affects the animal living in soil. അതായത് നല്ല രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലഡ് വരികയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെയും ക്രോപ്സിനെയും മാത്രമൊന്നുമല്ല എഫക്റ്റ് ചെയ്യുക, നമ്മുടെ ആനിമൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആനിമൽസിനൊക്കെ എന്ത് ചെയ്യും, വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവരാണെങ്കിൽ ചില ലാൻഡ് ഏരിയാസിലൊക്കെ ഇങ്ങനെ ട്രാപ്പായി നിൽക്കും, ഫ്ലഡ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ചില ആനിമൽസിനെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, സോയിലിനകത്തുള്ള ആനിമൽസിനെയും ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് കൂടുതൽ വെള്ളം അല്ലെങ്കിൽ കൂടുതൽ ഹെവി റെയിൻഫോൾ ഉണ്ടായാലുള്ള നടക്കാൻ പോകുന്നൊരു കാരണം, അതായത് ഫ്ലഡ് ഉണ്ടാവും. ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് റെയിൻ ഫോർ എ ലോങ് പീരീഡ്, അതായത് ഒട്ടൊരു കാലഘട്ടം വരെ ഒട്ടും മഴ പെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ? നമുക്ക് വരൾച്ച ഉണ്ടാവും, ഡ്രോട്ട് ഉണ്ടാവും. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്.
Can you imagine what would happen if it does not rain in the region for a year or more? ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലോ വെള്ളം അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? The soil continues to lose water by evaporation and transpiration. Since it is not being brought back by rain, the soil becomes dry. അതായത് സോയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം അതിൽ നിന്ന് പോകും. കാരണം ഇവാപറേഷനോ ട്രാൻസ്പിറേഷനോ വഴി നല്ല രീതിയിൽ വെള്ളം ലൂസായി പോകും സോയിലിനകത്ത് നിന്ന്. അതായത് ഒരുപാട് കാലം റെയിനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സോയിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡ്രൈ ആയി മാറും. ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ പോൺസ് ആൻഡ് വെൽസ് ഓഫ് റീജിയൻ ഗോസ് ഡൗൺ ആൻഡ് സം ഓഫ് ദം മേ ഈവൻ ഡ്രൈ അപ്പ്. ദ ഗ്രൗണ്ട് വാട്ടർ മേ ഓൾസോ ബിക്കം സ്കേഴ്സ്. ദിസ് മേ ലീഡ് ടു ഡ്രോട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സോയിലിനകത്ത് വെള്ളം ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ ലെവൽസ് നമ്മുടെ പോൺസിനകത്തുനിന്നും വെൽസിനകത്തുനിന്നൊക്കെ താഴും. അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ അപ്പ് ആവും. ഗ്രൗണ്ട് വാട്ടർ ആവട്ടെ നല്ല സ്കേഴ്സ് ആവും അല്ലെങ്കിൽ വിരളമാവും. അങ്ങനെ എന്തുണ്ടാവും, ഡ്രോട്ട് ഉണ്ടാവും. ഇൻ ഡ്രോട്ട് ഏരിയാസ് അല്ലെങ്കിൽ ഡ്രോട്ട് കണ്ടീഷൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് വാട്ടർ ആൻഡ് ഫോഡർ. ഫുഡും ഫോഡറും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഡ്രോട്ട് ഏരിയാസിലൊക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതായത് നമ്മുടെ വേൾഡും കൺട്രീൻ്റെ ഒരുപാട് പാർട്സിൽ എന്തുണ്ട്, വരൾച്ചയുണ്ട്. അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയോ. ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കുടിക്കാൻ പോലും വെള്ളം ഒരുപാട് ഡിസ്റ്റൻസ് കണക്കിന് പോയിട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആനിമൽസും അതുപോലെ തന്നെ അവിടുത്തെ വെജിറ്റേഷൻസും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അയച്ചു നോക്കുക. ആനിമൽസൊന്നും വളരാൻ പറ്റില്ല അല്ലേ, അല്ല ആനിമൽസിനൊന്നും ഇങ്ങനെ റിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഫുഡും വാട്ടർ കൊടുക്കണം, വാട്ടർ അത്യാവശ്യമാണ്. വെജിറ്റേഷനും ആവട്ടെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മരങ്ങളൊക്കെ വളരണമെങ്കിൽ എന്ത് വേണം, വെള്ളം വേണം അല്ലേ. ഇതൊക്കെ എഫക്റ്റ് ചെയ്യും അല്ലെ. അതുപോലെ നമ്മുടെ ലൈഫിനെയും ഹ്യൂമൻ ലൈഫിനെയും ഇത് നല്ല രീതിയിൽ വെള്ളം കുറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൺസേർവ് ചെയ്യണം അല്ലേ. നമുക്ക് വി ഹാവ് ടു കൺസേർവ് വാട്ടർ. അതായത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ 2/3 വാട്ടർ ആണെങ്കിലും പക്ഷെ നമുക്ക് വേണ്ടത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. So only a small fraction of water available on the earth is fit for the use of plants, animals and humans. നമുക്ക് ആവശ്യമുള്ളതിൽ കുറച്ച് മാത്രമേ വെള്ളം അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള വെള്ളം ഭയങ്കര കുറവാണ് നമ്മുടെ എർത്തിനകത്തുള്ളത്. മിക്ക വെള്ളം ഓഷ്യൻസിനകത്തൊക്കെയാണ് നമുക്ക് ഉള്ളത്. അതൊന്നും നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. When the level of the groundwater decreases drastically, this cannot be used by anymore. അതായത് നമുക്ക് വെള്ളം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല ഗ്രൗണ്ട് വാട്ടർ കുറയുമ്പോൾ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് റിമൈൻസ് സെയിം, ബട്ട് ദ വാട്ടർ അവൈലബിൾ ഇൻ യൂസ് വേ ഈസ് വെരി ലിമിറ്റഡ്. വെള്ളം ഒരുപാട് ഉണ്ടാവും ആ സമയത്തൊക്കെ ഓഷ്യൻസിലൊക്കെ, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. So, the demand for water is increasing day by day. The number of people using water is increasing with rising population. ഓരോ ദിവസം കൂടുന്തോറും വെള്ളത്തിൻ്റെ ഡിമാൻഡ് കൂടി വരികയാണ്. കാരണം ഓരോ ദിവസം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇൻ മെനി സിറ്റീസ് ദ ലോങ് ക്യൂസ് ഫോർ കളക്ഷൻ ഓഫ് വാട്ടർ ആർ കോമൺ സൈറ്റ് അല്ലേ. നിങ്ങൾ ഒരുപാട് പണ്ടത്തെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ട് വെള്ളം കളക്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, തമിഴ്നാട് പോലത്തെ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഭയങ്കര ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓൾസോ മോർ ആൻഡ് മോർ വാട്ടർ ഈസ് ബീങ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫുഡ് ആൻഡ് ബൈ ദ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വേണം ഈ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് വെള്ളം വേണം. These factors are leading to shortage of water in many parts of the world. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഇൻഡസ്ട്രീസും അതുപോലെ ഒരുപാട് ഫുഡിനൊക്കെ ആവശ്യം വെള്ളം എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലോകത്തെമ്പാടും വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരാൻ കാരണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം നമ്മൾ നല്ല രീതിയിൽ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് വൈൽ യൂസിങ് വാട്ടർ, അല്ലെങ്കിൽ വി ഹാവ് ടു യൂസ് വാട്ടർ ജുഡീഷ്യസ്ലി. നല്ല രീതിയിൽ അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയൊരു വെള്ളം കൺസേർവ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അല്ല, ആകെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ പഠിക്കുന്നുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വൺ വേ ഓഫ് ഇൻക്രീസിങ് the availability of water is to collect rainwater and store it for later use. Collecting rainwater in this way is called rainwater harvesting. അതായത് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, റെയിൻ വാട്ടറാണ് കളക്ട് ചെയ്യുക, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക, ആവശ്യമുണ്ടാവുമ്പോൾ യൂസ് ചെയ്യുക. അതിനെയാണ് നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കാവുന്നത്. അതായത് വൺ വേ ഓഫ് ഇൻക്രീസിംഗ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇസ് ടു കളക്ട് ദി റെയിൻ വാട്ടർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഫോർ ലേറ്റർ യൂസ്. കളക്ടിംഗ് റെയിൻ വാട്ടർ ഇൻ ദിസ് വേ ഈസ് കോൾഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്.
the basic idea behind rainwater harvesting is catch water where it falls. അതായത് ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ പോയിട്ട് വെള്ളം പിടിക്കുക എന്നുള്ളൊരു ഇതിലാണ് എൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. What happens to rainwater that falls in the places that are mostly covered with concrete roads and buildings? It flows into drains, isn't it? From where the water goes into river or lakes, which could be far away. A lot of effort will be then required to get this water back to our homes, as the water did not seep into the ground. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് റോഡ്സും ബിൽഡിങ്സ് ഒക്കെ ഉള്ള സ്ഥലത്തിൽ ഈ മഴ വന്ന് നേരെ പതിയില്ല. അതെന്ത് ചെയ്യും? അത് അങ്ങനത്തെ ചാലുകൾ അല്ലെങ്കിൽ ഡ്രെയിൻസിലേക്ക് പോയിട്ട് അത് പിന്നെ റിവേഴ്സിലും അതുപോലെ തന്നെ പോൺസിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സമയത്ത് നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് നമ്മൾ കാരണം അത് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പെർക്കുലേറ്റ് ചെയ്ത് പോവുകയോ സീപ്പ് ചെയ്ത് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ 2 ടെക്നിക്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആർ ഡിസ്കസ്ഡ്. അതായത് നമ്മൾ 2 ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് റൂഫ് വാട്ടർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. അതായത് ഇൻ ദിസ് സിസ്റ്റം, അതായത് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താ നോക്കാം. ഈ സിസ്റ്റത്തിനകത്ത് ഇൻ ദിസ് സിസ്റ്റം ദ റെയിൻ വാട്ടർ ഇസ് കളക്റ്റഡ് ഫ്രം ദ റൂഫ് ടോപ്പ് ടു എ സ്റ്റോറേജ് ടാങ്ക് ത്രൂ പൈപ്സ്. അതായത് റെയിൻ വാട്ടർ ഒരു സ്റ്റോറേജ് ടാങ്കിലായിരിക്കും നമ്മൾ റൂഫ് ടോപ്പിൽ വെക്കുക. അതിലൂടെ ആയിരിക്കും നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ റൂഫ് ടോപ്പിൽ ഒരു സ്റ്റോറേജ് ടാങ്കിനകത്ത് പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ദിസ് വാട്ടർ മേ കണ്ടെയ്ൻ സോയിൽ ഫ്രം ദ റൂഫ്സ് ആൻഡ് നീഡ് ഫിൽറ്ററിംഗ് ബിഫോർ ഇറ്റ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വെള്ളം നേരിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് ഇങ്ങനെ അഴുക്കും അതുപോലെ തന്നെ മണ്ണും സോയിലും ഒക്കെ ഉണ്ടാവും അല്ലേ, ലീവ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്യണം. Instead of collecting rainwater in the tank, the pipes can directly into the pit in the ground. അതായത് ഈ പറയുന്ന ടാങ്കിനകത്ത് നിന്ന് വെള്ളം നേരിട്ട് കളക്ട് ചെയ്യുന്നതിന് പകരം ദി പൈപ്സ് ക്യാൻ ഗോ ഡയറക്ട്ലി ഇൻ ടു ദ പിറ്റ് ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലേക്ക് നേരെ എന്ത് ചെയ്യുക, ഒരു കുഴിയിലേക്ക് ഈ പറയുന്ന പൈപ്പ് ഇറക്കി വെക്കുക. ദിസ് ദെൻ സീപ്സ് ഇൻ ടു ദ സോയിൽ ടു റീചാർജ് ഓർ റീഫിൽ ദ ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ എന്ത് ചെയ്യും, അത് ഗ്രൗണ്ട് വാട്ടറിന് കൂടെ കുടിച്ചേരും. അതായത് റെയിൻ വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, റൂഫ് ടോപ്പിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് പൈപ്പും അതിനകത്ത് സംഘടിപ്പിച്ച് വെക്കുക. അപ്പോൾ വെള്ളം അതിനകത്ത് വരും. അപ്പോൾ അതിൽ ഒരുപാട് അടുക്കുകളും അല്ലെങ്കിൽ ഒരുപാട് സോയിലും അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഫിൽറ്റർ ചെയ്യണം. അത് ഫിൽറ്റർ ചെയ്യുന്നത് പറയുമ്പോൾ നേരിട്ട് നമ്മൾ ടാങ്കിനകത്ത് കളക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആ പൈപ്പ് നേരെ എന്ത് ചെയ്യുക, ഗ്രൗണ്ടിലൊരു പിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യും, ദിസ് ദെൻ സീപ്സ് ഇൻ ടു സോയിൽ ടു ഡിസ്ചാർജ് ഓർ റീചാർജ് ഓർ റീഫിൽ ദ ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ എന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിനെ ഒന്ന് റീചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് അത് കൂടി ചേരുകയാണ് ചെയ്യുക. Another option is to allow water to go into the ground directly from the roadside drains that collect rainwater. അതായത് റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന റോഡ് സൈഡിലുള്ള ഡ്രെയിൻസ് അല്ലെങ്കിൽ അഴുക്ക് ചാലുകളിലൊക്കെ ഉള്ള വെള്ളം നേരിട്ട് എന്ത് ചെയ്യുക, ഗ്രൗണ്ടിലേക്ക് തുറന്നു വിടുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, വെള്ളം നമ്മൾ എന്തൊക്കെയായി മാറുകയാണ് ചെയ്യുക, നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് എങ്ങനെയൊക്കെയാണ് വെള്ളം വരുന്നത്, വെള്ളം കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും നമുക്കറിയാം. നമ്മുടെ 2/3 ഓഫ് എർത്തും വാട്ടർ ആണെങ്കിൽ പോലും, അതുകൊണ്ടാണ് എർത്ത് അപ്പിയേഴ്സ് ബ്ലൂ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മാപ്പിലൊക്കെ കാണുന്ന എർത്ത് ബ്ലൂ ആയി കാണുന്നത്. കാരണം 2/3 ഓഫ് എർത്ത് ഇസ് കവേർഡ് വിത്ത് വാട്ടർ. പക്ഷെ ഈ മൊത്തം വാട്ടർ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് അവൈലബിൾ അല്ല, കുടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് യൂസ് ചെയ്യുക. വെള്ളം ഹെവി റെയിൻഫോൾ കാരണം ഉണ്ടാവുന്ന ദുഷ്ഫലങ്ങളും അതുപോലെ തന്നെ റെയിൻഫോൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ദുഷ്ഫലങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് എങ്ങനെ വാട്ടർ കൺസേർവ് ചെയ്യാം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വഴി കൺസേർവ് ചെയ്യുന്നതിൻ്റെ 2 മെത്തേഡ്സിനെ പറ്റി പഠിച്ചു. എങ്ങനെ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ. നമ്മൾ പ്ലേലിസ്റ്റിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.